ചാർജ് പോണു. ജനകീയ പ്രതിഷേധങ്ങളെ അവഗണിച്ച കുമ്പള ആരിക്കാടിയിലെ ടോൾ പിരിവ് സംഘർഷത്തിലേക്ക്. ടോൾ പിരിവിനെതിരെ AKM അഷ്റഫ് MLA ഉൾപ്പെടെ ആക്ഷൻ കമ്മിറ്റി നടത്തുന്ന അനിശ്ചിതകാല സത്യാഗ്രഹ സമരത്തിന് ഐക്യദാർഢ്യവുമായി എത്തിയ യൂത്ത് ലീഗ് DYFI പ്രവർത്തകർ ടോൾ ബൂത്ത് അടിച്ചു തകർത്തു. 6ഓളം ക്യാമറകളും ബാരിക്കേഡും സ്കാനറും ഉൾപ്പെടെ പ്രതിഷേധക്കാർ അടിച്ചു തകർത്തു. രാത്രി 8:30ഓടെയാണ് സംഭവത്തിൽ കണ്ടാലറിയാവുന്ന 500ഓളം പേർക്കെതിരെ കുമ്പള പോലീസ് കേസെടുത്തു. അതേസമയം ടോൾ പിരിവ് അവസാനിപ്പിക്കുന്നതുവരെ സമരം തുടരുമെന്ന് AKM അഷ്റഫ് MLA വ്യക്തമാക്കി. ചർച്ചയിൽ അവർ ഒറ്റ കാര്യം, ഏറ്റവും നമ്മൾ അരിയാരം കളിക്കുന്ന ആളുകൾക്കറിയാം, കോടതിയിലൊരു കേസ് നിലനിൽക്കുമ്പോൾ കോടതി അവസാനമായി ജഡ്ജ് ചോദിച്ചത് സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് പിരിക്കാനുള്ള പെർമിഷൻ ഉണ്ടോ. ഇന്ന് അവർ പറഞ്ഞത് ഞങ്ങൾ 12-ാം തീയതി ടോൾ പിരിക്കുന്ന ദിവസം ഞങ്ങൾക്കും ഹൈക്കോടതിയിൽ അറിയാൻ കഴിഞ്ഞു, ഞങ്ങൾ ആ പെർമിഷൻ കൊടുത്തു എന്നാണ്. ജഡ്ജൊരു വിധി പറയാതെ പിരിക്കുന്നെന്ന് പറയുന്നത് അന്യായമല്ലേ? അപ്പോൾ ഒരു കാരണവശാലും അവരെന്ത് പറഞ്ഞാലും ഒരിളവിന് റെഡിയല്ല. കാസർഗോഡ് ജില്ല ഒഴിവാക്കാൻ റെഡിയല്ല. അവരൊറ്റ വാശിയോടുകൂടി മുന്നോട്ട് പോകുന്നുണ്ട്. ഇന്ത്യയിൽ ഒരുപാട് സമരങ്ങൾ ജനകീയ പോരാട്ടത്തിൽ തോറ്റു തുന്നം പാടിയിട്ടുണ്ട്. ആരിക്കാടിയിലെ ടോൾ ബൂത്ത് കാസർഗോഡൻ ജനതയുടെ പ്രതിഷേധത്തിന് മുമ്പിൽ 100% തോൽക്കും. വരും നാളുകളിൽ നിങ്ങളത് കാണും. പ്രതിഷേധക്കാർ അടിച്ചു തകർത്തതിനെ തുടർന്ന് ടോൾ പിരിവ് താൽക്കാലികമായി നിർത്തിവച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കുമ്പള.